ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബിടെക്കുകാർക്ക് വേണ്ടി അതായത് KTU 2024 സ്കീമിൻ്റെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ സയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എ ആൻഡ് ബിയിലേക്കുള്ള കെമിസ്ട്രി ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂൾ, ഫസ്റ്റ് മൊഡ്യൂൾ എന്താണ്? ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ് ആണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, മനസ്സിലാകാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ അറിയിക്കുക. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പം എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് നമ്മൾ അറിയണം. ഓൾറെഡി നമ്മൾ +2 കഴിഞ്ഞതേ ഉള്ളൂ. +2 നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ട് ഇലക്ട്രോ കെമിസ്ട്രി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചതാണ്. അതിനോടൊപ്പം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി നമുക്കൊരു പുതിയ ചാപ്റ്റർ ഒന്നും അല്ല. അപ്പോൾ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് നമ്മൾ അറിയണം. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള ഇന്റർ കൺവേർഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് എന്ത്? ഇലക്ട്രോ കെമിസ്ട്രി. നമ്മൾ ഒരുപാട് ബ്രാഞ്ചുകൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ഓർഗാനിക് കെമിസ്ട്രി ആ കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. ഇനോർഗാനിക് കെമിസ്ട്രി കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. അങ്ങനെ പലതരത്തിലുള്ള കെമിക്കൽ കൈനറ്റിക്സ്, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് എന്ത്? ഇലക്ട്രോ കെമിസ്ട്രി. അവിടെ ഏതൊക്കെ ടൈപ്പിലുള്ള എനർജികളുടെ കൺവേർഷൻ ആണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ എനർജി എന്തായിട്ടും മാറുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. കൊറോഷൻ എന്താണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മുടെ മെറ്റൽസ് ഒക്കെ ആണെങ്കിൽ കുറേ നാൾ, നമുക്കറിയാം ഇരുമ്പൊക്കെ നമ്മൾ വെളിയിൽ വെച്ചിരിക്കുകയാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൽ റസ്റ്റ് ഫോം ചെയ്യും, തുരുമ്പിക്കാറല്ലേ, അത് കൊറോഷനാണ്. അപ്പൊ എല്ലാ മെറ്റൽസും എല്ലാത്തിനും എന്ത് സംഭവിക്കുന്നുണ്ട്? കൊറോഷൻ സംഭവിക്കുന്നുണ്ട്, നാശം സംഭവിക്കുന്നുണ്ട്, നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പം ആ കൊറോഷൻ എന്ന് പറയുന്നത് മെറ്റൽസ് നമ്മുടെ എയറിലുള്ള പാർട്ടിക്കിൾസുമായിട്ട്, വാട്ടർ വേപ്പറോ മോയിസ്ചറോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ഗ്യാസസ് പ്രസന്റ് ആയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതുമൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ മെറ്റലിനുണ്ടാകുന്ന ഡിസ്ട്രക്ഷനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഇലക്ട്രോ കെമിസ്ട്രിയാണ്. അതിനുശേഷമാണ് നമ്മൾ കൊറോഷൻ സയൻസ് പഠിക്കുന്നത്. അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രി പറയുമ്പം നമ്മൾ 2 തരത്തിലുള്ള സെല്ലുകൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഇലക്ട്രോളിറ്റിക് സെല്ലും ഇലക്ട്രോ കെമിക്കൽ സെല്ലും. ഏതൊക്കെയാണ്? ഇലക്ട്രോളിറ്റിക് സെല്ലും ഇലക്ട്രോ കെമിക്കൽ സെല്ലും. പേരിൽ നമുക്ക് ഒരേപോലെ തോന്നാമെങ്കിലും രണ്ടും തികച്ചും വ്യത്യസ്തമാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇലക്ട്രോ കെമിക്കൽ സെൽ നോക്കാം ആദ്യം. ഇലക്ട്രോ കെമിക്കൽ സെല്ലില് ഏത് ടൈപ്പിലുള്ള റിയാക്ഷൻസ് ആണ് നടക്കുന്നത്? നിങ്ങൾക്കറിയാം, ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ നമ്മൾ +2 മറ്റ് 2 പേരുകൾ കൂടി പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? അത് പറഞ്ഞാലായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഗാൽവാനിക് സെൽ, ഗാൽവാനിക് സെൽ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്നും പഠിച്ചിട്ടുണ്ട്. +2 മാത്രമല്ല നമ്മളിത് പഠിച്ചിട്ടുള്ളത്, 10th സിലബസിലും എന്ത് വരുന്നുണ്ട്? റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അവിടെയും ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ മറ്റ് 2 നെയിമുകളാണ് എന്തൊക്കെയാ? ഗാൽവാനിക് സെല്ലും വോൾട്ടായിക് സെല്ലും. അപ്പൊ ഏത് ടൈപ്പിലുള്ള എനർജി കൺവേർഷൻ ആണ് അവിടെ നടക്കുന്നത്? കെമിക്കൽ എനർജിയെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കിയാണ് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ എഴുതാം, കെമിക്കൽ എനർജി എന്തായി മാറുകയാണ് ചെയ്യുന്നത്? കെമിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അവിടെ റിയാക്ഷൻസിലൂടെ കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഏത് റിയാക്ഷനാ? റിഡോക്സ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ എക്സാമ്പിൾ പറയും. അപ്പം കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം അതേസമയം ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്ത് കൺവേർഷൻ ആയിരിക്കും നടക്കുന്നത്? ഇലക്ട്രോ കെമിക്കൽ സെല്ലില് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നതെങ്കിൽ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ എന്ത് കൺവേർഷനാണ് നടക്കുന്നത്? അവിടെ ഇലക്ട്രിക്കൽ എനർജി എന്തായി കൺവേർട്ട് ചെയ്യുന്നു? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ആണ് എന്തായിട്ട് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു എന്താ? കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി ആണ് കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നത്.
രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടിയില്ലേ? ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലില് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നത് പോലെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കിയാണ് കൺവേർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രോ കെമിക്കൽ സെല്ലില് റിയാക്ഷൻസ് റിവേഴ്സിബിൾ ആണ് അല്ലെ. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നമുക്ക് പറയാം അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിലെ റിയാക്ഷൻസ് റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നടക്കുന്നത്. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലില് നടക്കുന്നത്. നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്തായിരിക്കും? അപ്പം ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെല്ലില് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇലക്ട്രോളിറ്റിക് സെല്ലില് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ രണ്ട് ഡിഫറൻസ് നമുക്ക് കിട്ടി. ഒന്ന്, ഇലക്ട്രോ കെമിക്കൽ സെല്ലില് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇലക്ട്രോളിറ്റിക് സെല്ലില് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കി മാറുന്നു. രണ്ടാമത്തെ എന്താണ്? നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലില് റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രോളിറ്റിക് സെല്ലില് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നടക്കുന്നത്. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇലക്ട്രോളിറ്റിക് സെല്ലില് EMF ആവശ്യമാണ്. ഇറ്റ് റിക്വയർസ് EMF. ഇവിടെ എന്താവശ്യമാണ്? EMF ആവശ്യമാണ്. അതേസമയം നമ്മുടെ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലില് EMF പ്രൊഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് EMF. എന്താണ് മൂന്നാമത്തെ പ്രത്യേകത? ഇറ്റ് പ്രൊഡ്യൂസസ് EMF. ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു? EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മൾ 3 ഡിഫറൻസ് പറഞ്ഞു. നാലാമത്തെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്താണ് ഡെപ്പോസിഷൻ നടക്കുമല്ലോ. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും ഒക്കെ നടന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടത്തില്ലേ മെറ്റൽസ്? അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലിലാണെങ്കിൽ 2 ഇലക്ട്രോഡുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്. ഡെപ്പോസിഷൻ ഒക്കേഴ്സ് ബോത്ത് ഓഫ് ദ ഇലക്ട്രോഡ്സ് എന്ന് നമുക്ക് പറയാം ഇലക്ട്രോളിറ്റിക് സെല്ലില്. പക്ഷെ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണെങ്കിലോ കാഥോഡിൽ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ? ഡെപ്പോസിഷൻ നമുക്ക് ഒക്കേർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ നമുക്കിവിടെ പറയാം ഇലക്ട്രോളിറ്റിക് സെല്ലില് ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്വർ ബോത്ത് ഓഫ് ദ ഇലക്ട്രോഡ്സ് എന്ന് പറയാം. 2 ഇലക്ട്രോഡുകളിലും. ഏതൊക്കെയാണ്? നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡിലും പോസിറ്റീവ് ഇലക്ട്രോഡിലും. അതായത് കാഥോഡിലും ആനോഡിലും എന്ത് ചെയ്യുന്നുണ്ട്? അയോണുകൾ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്വർ ബോത്ത് ഓഫ് ദ ഇലക്ട്രോഡ്സ്. പക്ഷെ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണെങ്കിൽ ഡിസ്ചാർജ് ഓഫ് അയോൺസ് എവിടെ മാത്രമേ നമുക്ക് ഒക്വർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്വർ അറ്റ് കാഥോഡിൽ മാത്രമേ അയോണുകൾ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നുള്ളൂ. ഏത് സെല്ലിലാണ്? ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ. ഇനി അതുകൂടാതെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ 2 ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആനോഡ് യൂസ് ചെയ്യുന്നുണ്ട്, കാഥോഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണെങ്കിൽ ആനോഡിന്റെ ചാർജ് എന്തായിരിക്കും? ആനോഡ് നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡ് നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആയിരിക്കും ആര്? കാഥോഡ് പോസിറ്റീവും ആയിരിക്കും. നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇലക്ട്രോളിറ്റിക് സെല്ലിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ആനോഡ് എന്തായിട്ട് മാറും? ആനോഡ് പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പോൾ കാഥോഡ് എന്തായിട്ട് മാറും? കാഥോഡ് നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പം ബേസിക് ആയിട്ട് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വെച്ചാൽ അവിടെ ഏത് തരത്തിലുള്ള എനർജി കൺവേർഷൻ ആണ് നടക്കുന്നത്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇലക്ട്രോളിറ്റിക് സെല്ലിലാണെങ്കിലോ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന് പറഞ്ഞു. നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നടക്കുന്നത്. നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നടക്കുന്നത്. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലിന് EMF നമുക്ക് കൊടുക്കണം. ഇറ്റ് റിക്വയർസ് EMF. അവിടെ EMF ആവശ്യമാണ്. പക്ഷെ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണെങ്കിലോ അവിടെ പ്രൊഡ്യൂസസ് EMF എന്ത് ചെയ്യാണ്?
പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. നാലാമത് നമ്മൾ പറഞ്ഞത് അയോണുകളുടെ ഡിസ്ചാർജ് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ 2 ഇലക്ട്രോഡുകളിൽ നടക്കുന്നുണ്ട്. ആനോഡിൽ നടക്കുന്നുണ്ട്, കാഥോഡിൽ നടക്കുന്നുണ്ട്. ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്യുർ ബോത്ത് ഓഫ് ദി ഇലക്ട്രോഡ്സ് എന്ന് നമുക്ക് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ പറയാം. പക്ഷെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണെങ്കിലോ അയോണുകളുടെ ഡിസ്ചാർജ് കാഥോഡിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്യുർ അറ്റ് കാഥോഡ്. പിന്നെ നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലാണെങ്കിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമാണ്. നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണെങ്കിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് എന്തുമായിരിക്കും? പോസിറ്റീവും ആയിരിക്കും. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലും എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ ഓർ വോൾട്ടായിക് സെൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഈ 2 കാര്യങ്ങളും, ഈ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്നും അവിടെ നടക്കുന്ന റിയാക്ഷൻസിന്റെ പ്രത്യേകതകൾ എന്താണെന്നും അതുപോലെ തന്നെ ഗാൽവാനിക് സെല്ല്, ഇലക്ട്രോളിറ്റിക് സെല്ലും ഇലക്ട്രോ കെമിക്കൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? നമ്മളിനി കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ ഓർ വോൾട്ടായിക് സെല്ലിന് നമുക്ക് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ. എന്താണ് ഡാനിയൽ സെൽ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സെൽ തന്നെയാണ്. ഡാനിയൽ സെൽ എന്ന് വെച്ചാൽ ഏതൊക്കെ മെറ്റൽസ് ആണ്? ഇസർട്ടൻ സിയു സെൽ ആണ്, സിങ്ക് കോപ്പർ സെൽ ആണ്. എന്താ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ. അതെന്താ ഇസർട്ടൻ സിയു സെൽ ആണ്, സിങ്ക് കോപ്പർ സെൽ ആണ്. നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, കോപ്പർ, സിൽവർ, ഗോൾഡ് എന്ന് പറഞ്ഞൊരു റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ 10th മുതൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്കറിയാം റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ നിന്ന് കുറഞ്ഞു വരുന്ന ഡിക്രീസിങ് ഓർഡറിലാണ് റിയാക്ടിവിറ്റി സീരീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്കറിയാം സിങ്ക് കഴിഞ്ഞിട്ടാണ് കോപ്പർ വരുന്നത്. അപ്പം ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാണ് സിങ്ക്. റിയാക്ടിവിറ്റി കൂടിയ ആളെയാണ് നമ്മൾ ആനോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആനോഡിൽ നമുക്ക് നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്സിഡേഷൻ എന്താണ് എന്ന് നമുക്കറിയാം. ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആയിരിക്കും ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ഇസ് ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇനി നമ്മുടെ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളുണ്ടായിരിക്കുമല്ലോ. ഇവിടെ നമ്മുടെ ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ഇസർട്ടൻ സിയു സെൽ ആണ്. സിങ്ക് ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ സിങ്ക് ആനോഡായിട്ട് ആക്ട് ചെയ്യും. സിങ്കിൽ ഓക്സിഡേഷൻ നടക്കും. ഇനി റിയാക്ടിവിറ്റി കുറഞ്ഞ ആളായ കോപ്പർ ആണ് നമ്മുടെ കാഥോഡ്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ്, സ്വീകരിക്കുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഗാൽവാനിക് സെല്ലില് ഓക്സിഡേഷനും നടക്കുന്നുണ്ട്, റിഡക്ഷനും നടക്കുന്നുണ്ട്. ഓക്സിഡേഷൻ നടക്കുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനായിരിക്കും. ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. റിഡക്ഷൻ നടക്കുന്നത് ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിലായിരിക്കും. ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? റിഡക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടന്നാൽ നമ്മൾ ആ റിയാക്ഷന് പറയുന്ന പേരാണ് എന്ത്? റിഡോക്സ് റിയാക്ഷൻ. എന്താണ്? റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ. Oxidation and reduction takes place simultaneously is called redox reaction. ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയം നടക്കുകയാണ് ചെയ്യുന്നത്. ഒരേ സമയത്ത് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ റിയാക്ഷൻ പറയുന്ന പേരാണ് എന്ത്? റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ റിഡോക്സ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കുമെന്ന്. ഞാനിവിടെ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിൻ്റെ എന്നല്ല, ഏതൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെയും അറേഞ്ച്മെന്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആനോഡിനെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്, റൈറ്റ് സൈഡിൽ കാഥോഡിനെ ആയിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഡാനിയൽ സെല്ല് ഇസർട്ടൻ സിയു സെല്ലാണെന്ന് പറഞ്ഞു, അവിടെ ആനോഡ് സിങ്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സിങ്ക് അല്ലേ ആനോഡ്? സിങ്കിന്റെ ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ചെയ്യണം. കണ്ടോ, ഒരു ബീക്കർ എടുത്തിട്ടുണ്ട് നമ്മള്. അതുപോലെ തന്നെ നമ്മുടെ മെറ്റൽ പ്ലേസ് ചെയ്യേണ്ടത് അതിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിലായിരിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സിങ്ക് ആണെങ്കിൽ ZnSO4 സൊല്യൂഷൻ, സിങ്കിന്റെ സാൾട്ട് സൊല്യൂഷൻ, സിങ്ക് സൾഫേറ്റ്. കോപ്പർ ആണെങ്കിൽ CuSO4 സൊല്യൂഷൻ, കോപ്പറിന്റെ
സോൾട്ട് സൊല്യൂഷൻ. ഈ സിൽവർ ആണെങ്കിൽ നമ്മൾ സൾഫേറ്റ് അല്ല യൂസ് ചെയ്യുന്നത്. സിൽവർ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. Ag ആണെങ്കിൽ AgNO3 സൊല്യൂഷൻ. സിൽവർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാൾട്ട് സൊല്യൂഷൻ ഏതായിരിക്കും? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ഞാനാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ആനോഡിനെ പ്ലേസ് ചെയ്തു. അതായത് ഒരു ബീക്കർ എടുത്തു, അതിനകത്തേക്ക് സിങ്ക് എന്ന് പറയുന്ന സിങ്ക് എന്ന് പറയുന്ന ആനോഡ് നമ്മൾ ഡിപ്പ് ചെയ്തു. സാൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യേണ്ടതുകൊണ്ട് ആ ബീക്കറിൽ ZnSO4 സൊല്യൂഷൻ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ വെക്കേണ്ടത് ക്യാഥോഡാണ്. കോപ്പർ ആണ് ക്യാഥോഡ്. അപ്പൊ ആ ബീക്കറിൽ കോപ്പറിന്റെ സാൾട്ട് സൊല്യൂഷൻ ആയ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് കോപ്പർ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആനോഡും പ്ലേസ് ചെയ്തു, ക്യാഥോഡും പ്ലേസ് ചെയ്തു. ആനോഡ് ലെഫ്റ്റ് സൈഡില്, ക്യാഥോഡ് റൈറ്റ് സൈഡിലും പ്ലേസ് ചെയ്തു. പിന്നെ നമുക്ക് അവിടെ വേണ്ട അറേഞ്ച്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സൊല്യൂഷൻസിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു യു ഷേപ്പിലുള്ള ട്യൂബ് വെക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് സോൾട്ട് ബ്രിഡ്ജ്. നമ്മുടെ രണ്ട് ബീക്കറിലുള്ള സൊല്യൂഷൻസിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു യു ഷേപ്പിലുള്ള ട്യൂബ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. എന്താണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്? പിന്നെ ആണെങ്കിൽ ഈ രണ്ട് ആനോഡിനെയും ക്യാഥോഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു വോൾട്ട് മീറ്ററും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആനോഡിനെയും ക്യാഥോഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് വോൾട്ട് മീറ്ററും പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആനോഡ് നെഗറ്റീവ് ആണ്, ക്യാഥോഡ് പോസിറ്റീവ് ആണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡ് നെഗറ്റീവും ക്യാഥോഡ് പോസിറ്റീവ് ആണെന്ന് നമ്മൾ അതിന്റെ ഡിഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആനോഡ് നെഗറ്റീവ് ആണ്, ക്യാഥോഡ് പോസിറ്റീവ് ആണ്. ഇതാണ് ബേസിക് ആയിട്ട് ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഒരു ഗാൽവാനിക് സെല്ലിന്റെ അറേഞ്ച്മെന്റ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കണം? ആനോഡ്. റൈറ്റ് സൈഡിൽ ക്യാഥോഡ്. ആനോഡ് അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കണം, ക്യാഥോഡ് അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കണം. ഡാനിയൽ സെല്ലിൽ സിങ്ക് ആണ് ആനോഡ്. അതുകൊണ്ട് സിങ്ക് ZnSO4 സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോപ്പർ ക്യാഥോഡാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതായത് കോപ്പറിന്റെ സാൾട്ട് സൊല്യൂഷനിലാണ് ഡിപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ രണ്ട് സൊല്യൂഷൻസിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ യു ഷേപ്പിലുള്ള ഒരു ട്യൂബ് വെച്ചിട്ടുണ്ട്. അതിനെ സാൾട്ട് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. പിന്നെ ആനോഡിനെയും ക്യാഥോഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു വോൾട്ട് മീറ്ററും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബേസിക് ആയിട്ട് ഒരു ഗാൽവാനിക് സെല്ലിന്റെ അറേഞ്ച്മെന്റ് വരുന്നത്. പിന്നെ നമുക്കിവിടെ സോൾട്ട് ബ്രിഡ്ജ് എന്തിന് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ എന്താണ്? അതായത് നമ്മുടെ ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യണം. ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യണം? ഫ്ലോ ചെയ്യണം. അങ്ങനെ ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്യണമെങ്കിൽ ഇതിനകത്തുള്ള അയോണുകൾ തമ്മിൽ എന്ത് വേണം? ഒരു കണക്ഷൻ വേണം. അങ്ങനെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തിരിക്കുന്നത്. സാൾട്ട് ബ്രിഡ്ജ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഒന്നുകിൽ KCl പൊട്ടാസ്യം ക്ലോറൈഡ്, അല്ലെങ്കിൽ NH4NO3 അമോണിയം നൈട്രേറ്റ്, ഇതിലൊക്കെ ഇതിന്റെയൊക്കെ സൊല്യൂഷൻസ് ആയിരിക്കും നമ്മൾ സോൾട്ട് ബ്രിഡ്ജിൽ യൂസ് ചെയ്യുന്നത്. പൊട്ടാസ്യം ക്ലോറൈഡോ അല്ലെങ്കിൽ NH4NO3 അമോണിയം നൈട്രേറ്റിന്റെയോ ഒക്കെയോ സൊല്യൂഷൻസ് ആയിരിക്കും നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? സോൾട്ട് ബ്രിഡ്ജിൽ യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് സൊല്യൂഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് എഴുതാനാണ്. ആനോഡിൽ നമ്മൾ പറഞ്ഞു ഓക്സിഡേഷൻ ആണ് നടക്കുന്നതെന്ന്. ആനോഡ് എന്ന് പറയുന്നത് ഇവിടെ സിങ്ക് ആണ്. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പൊ Zn ലോസ് ചെയ്യുന്നു, ഗിവ്സ് എത്ര ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്നു? 2 ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോണുകളെ ലോസ് ചെയ്താൽ അതൊരു പോസിറ്റീവ് അയോണായിട്ടാണ് മാറുന്നത്. ഇലക്ട്രോണുകളെ ലോസ് ചെയ്താൽ ഒരു ആറ്റം പോസിറ്റീവ് അയോണുകളായിട്ടാണ് മാറുന്നത്. അപ്പൊ Zn എന്ന് പറയുന്ന ആറ്റം Zn2+ എന്ന് പറയുന്ന പോസിറ്റീവ് അയോണായിട്ട് മാറി. 2+ വരാൻ കാരണം 2 ഇലക്ട്രോണുകളെ ലോസ് ചെയ്തത് കൊണ്ടാണ് 2+ എന്ന് വന്നത്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ക്യാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് എന്ത്? റിഡക്ഷൻ. ക്യാഥോഡ് കോപ്പർ ആണെന്ന് പറഞ്ഞു. അപ്പൊ നേരെ ഓപ്പോസിറ്റ്, ഓക്സിഡേഷന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? റിഡക്ഷൻ. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പം ഈ തിരിച്ചെഴുതുക, ഇത് തിരിച്ചതുപോലെ തന്നെ എഴുതുക. നമുക്ക് Zn മാറ്റി എന്താക്കിയാൽ മതി? Cu ആക്കിയാൽ മതി. അപ്പം Cu2+
2 ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നു. Cu2 പ്ലസ് 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? Cu ആയിട്ട് മാറുന്നു. കോപ്പർ ആറ്റമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ. മനസ്സിലായോ? ആനോഡിലാണെങ്കിൽ ആനോഡ് സിങ്ക് ആണ്, ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്നു. അപ്പൊ ഇസഡൻ ഗിവ്സ് എത്ര ഇലക്ട്രോണുകളെയാണ് ലോസ് ചെയ്യുന്നത്? 2 ഇലക്ട്രോണുകളെ. അപ്പൊ ഇസഡൻ ആറ്റം എന്ത് ചാർജുള്ള അയോണായിട്ട് മാറുന്നു? പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറുന്നു. എത്ര പോസിറ്റീവ് ചാർജാ? 2+. ഇസഡൻ 2+. കാഥോഡിൽ റിഡക്ഷൻ ആണ്. Cu2 പ്ലസ് 2 ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായി മാറുന്നു? Cu ആയിട്ട് മാറുന്നു. പിന്നെ നമുക്കിവിടെ ഓവറോൾ റിയാക്ഷൻ എഴുതാം. ഓവറോൾ റിയാക്ഷൻ എഴുതാൻ നമ്മൾ ചെയ്യേണ്ടത് ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുക. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ ഈക്വൽ ആയിട്ട് വരുന്നതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്നതെല്ലാം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ വരുന്നതെല്ലാം റൈറ്റ് സൈഡിലും എഴുതുവാണെങ്കിൽ നമുക്ക് ഓവറോൾ റിയാക്ഷൻ കിട്ടും. ഈ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്ത് റിയാക്ഷനാ? റിഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നിച്ച് നടക്കുന്നതല്ലേ റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ നമ്മളിവിടെ എഴുതുന്ന ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷന്റെ ഇക്വേഷൻ ആണ്. നമുക്കിത് എഴുതി നോക്കാം. ഇതാണ് ആനോഡിലും ഓക്സിഡേഷനും, ഇത് കാഥോഡിലെ റിഡക്ഷനും. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ ഇസഡൻ ഉണ്ട്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ Cu2 പ്ലസ് 2 ഇലക്ട്രോണും ഉണ്ട്. റൈറ്റ് സൈഡിൽ ഇസഡൻ 2 പ്ലസ് 2 ഇലക്ട്രോണും ഉണ്ട്, കോപ്പറും ഉണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ആനോഡിന്റെ റൈറ്റ് സൈഡിലുള്ള 2 ഇലക്ട്രോണും കാഥോഡിന്റെ റിയാക്ഷനിൽ ലെഫ്റ്റ് സൈഡിലുള്ള 2 ഇലക്ട്രോണും സെയിം ആയിട്ട് വരുന്നുണ്ട്. ഓപ്പോസിറ്റ് സെയിം ആയിട്ട് വന്നാൽ അത് ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്കിവിടെ രണ്ടിടത്തും ഇവിടെയും 2 ഇലക്ട്രോൺ എന്നുള്ളത് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇവിടെയും 2 ഇലക്ട്രോൺ എന്നുള്ളത് കട്ട് ചെയ്യാം. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഈക്വൽ ആയിട്ട് വരുന്ന ഒന്നുമില്ല. ബാക്കിയെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. നോക്കിക്കേ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താണ് വന്നിരിക്കുന്നത്? ഇസഡൻ അല്ലേ? അപ്പൊ ആ ഇസഡൻ എഴുതി. ലെഫ്റ്റ് സൈഡിൽ ഇസഡൻ മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ലെഫ്റ്റ് സൈഡിൽ Cu2 പ്ലസ്, അപ്പൊ ഇസഡൻ പ്ലസ് Cu2 പ്ലസ് എന്ന് എഴുതി. ഈ 2 ഇലക്ട്രോൺ എഴുതാൻ പറ്റത്തില്ല, നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ആയി. ഗിവ്സ് ഇടുക. റൈറ്റ് സൈഡ് എഴുതാൻ ഇവിടെ റൈറ്റ് സൈഡിൽ ഇസഡൻ 2 പ്ലസ് ഉണ്ട്. അപ്പൊ ഇസഡൻ 2 പ്ലസ് ഈ 2 ഇലക്ട്രോൺ എന്നുള്ളത് എന്തായിട്ട് പോയി? ക്യാൻസൽ ആയിട്ട് പോയി. അപ്പൊ ഇസഡൻ 2 പ്ലസ് ഇവിടെ റൈറ്റ് സൈഡിൽ Cu. ഇസഡൻ 2 പ്ലസ് എന്താണ്? Cu. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിൽ എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ റിയാക്ഷൻ കിട്ടും, അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ കിട്ടും. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ നമ്മൾ എഴുതി, ഓക്സിഡേഷൻ എഴുതി, റിഡക്ഷൻ എഴുതി. ഇത്രയാണ് നമ്മുടെ ഡാനിയൽ സെല്ലിൽ വരുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒന്നും കൂടെ പഠിച്ചു വെച്ചിരിക്കുക, സെല്ല് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ സെഡൻ എന്തായിട്ട് മാറുക? ഇസഡൻ 2 പ്ലസ് ആയിട്ട് മാറുക. ഡബിൾ സ്ലാഷ് ഇടാം സോൾട്ട് ബ്രിഡ്ജ് കാണിക്കാൻ വേണ്ടി. Cu2 പ്ലസ് എന്തായിട്ട് മാറുന്നു? Cu ആയിട്ട് മാറുന്നു. അപ്പൊ ഇസഡൻ 2 പ്ലസ് ആയിട്ട് മാറുന്നു. ഡബിൾ സ്ലാഷ് കൊടുത്തിട്ട് Cu2 പ്ലസ് എന്തായിട്ട് മാറുന്നു? Cu ആയിട്ട് മാറുന്നു. ഇതാണ് ഇതിന്റെ സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെൽ എന്ന് പറയുന്നത് സിങ്കും കോപ്പറും അടങ്ങിയ ഒരു സെല്ലാണ്. സിങ്ക് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആയതുകൊണ്ട് തന്നെ സിങ്കിനെ നമ്മൾ ആനോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആനോഡ് പ്ലേസ് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ്. കാഥോഡ് നമ്മുടെ കോപ്പറാണ്. ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പറിനെയാണ് നമ്മളിവിടെ കാഥോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാഥോഡ് പ്ലേസ് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലുമാണ്. ഇനി ആനോഡ് നമ്മുടെ സിങ്ക് ആണ്. അപ്പോൾ ആ ബീക്കറിൽ സിങ്ക് അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ വേണം ഡിപ്പ് ചെയ്ത് വെക്കാൻ. അതിന് നമ്മൾ യൂസ് ചെയ്തത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനാണ്. കാഥോഡായ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചത്. പിന്നെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ട്. യു ഷേപ്പിലുള്ള ഒരു ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ്. നമ്മുടെ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തിരിക്കുന്നത്. സോൾട്ട് ബ്രിഡ്ജായിട്ട് ഉപയോഗിക്കുന്നത് KCl-ഓ NH4NO3-യുടെയോ സൊല്യൂഷൻ ആയിരിക്കും. പൊട്ടാസ്യം ക്ലോറൈഡിന്റെയോ അമോണിയം നൈട്രേറ്റിന്റെയോ സൊല്യൂഷൻസ് ആയിരിക്കും നമ്മൾ ഈ സോൾട്ട് ബ്രിഡ്ജായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ആനോഡ് നെഗറ്റീവ് ആണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലില്, കാഥോഡ് പോസിറ്റീവ് ആണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലില്. നമ്മുടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇസഡൻ ഇലക്ട്രോൺസിന് കൊടുക്കുന്നു. 2 ഇലക്ട്രോൺസിനെ കൊടുത്തു കഴിഞ്ഞിട്ട് അത് ഇസഡൻ 2 പ്ലസ് പോസിറ്റീവ് അയോണായിട്ട് മാറുന്നു. കാഥോഡിൽ റിഡക്ഷൻ ആണ് നടക്കുന്നത്. റിഡക്ഷൻ എന്ന് വെച്ചാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. Cu2 പ്ലസ് 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറുന്നു. പിന്നെ ഓവറോൾ റിയാക്ഷൻ അല്ലെങ്കിൽ എന്താണ്? റിഡോക്സ് റിയാക്ഷൻ.
ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ ഓവറോൾ റിയാക്ഷൻ എഴുതാൻ ഓക്സിഡേഷനും റിഡക്ഷനും കൂടെ ആഡ് ചെയ്താൽ മതി. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ 2 ഇലക്ട്രോണുകൾ ക്യാൻസൽ ആയി പോകുന്നു. ലെഫ്റ്റ് സൈഡിലുള്ള ഇസഡനും ലെഫ്റ്റ് സൈഡിലുള്ള Cu2+ ഒന്നിച്ചെഴുതുന്നു, ഗിവ്സ് ഇടുന്നു. റൈറ്റ് സൈഡിലുള്ള Zn2+ റൈറ്റ് സൈഡിലുള്ള Cuവും ഒന്നിച്ചെഴുതുന്നു. അപ്പൊ നമുക്ക് ഓവറോൾ റിയാക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ കിട്ടുന്നു. പിന്നെ നമുക്ക് വരുന്നത് സെൽ റെപ്രസെന്റേഷൻ ആണ്. അവിടെ Zn2+ ആയിട്ട് മാറുന്നു. സോൾട്ട് ബ്രിഡ്ജ് കാണിക്കാൻ ഡബിൾ സ്ലാഷ് യൂസ് ചെയ്യുന്നു. Cu2+ ബാർ എന്താ Cu ആയിട്ട് മാറുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഡാനിയൽ സെല്ലില് പഠിക്കാൻ ഉള്ളത്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ഈ ഡാനിയൽ സെൽ ഒരു റിവേഴ്സിബിൾ സെല്ലാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ല് റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ. ഇനി നമുക്കിവിടെ വേണമെങ്കിൽ ഈ ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യാം. എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ, നമ്മൾ ഡാനിയൽ സെല്ലിന് ഇപ്പം എത്ര EMF ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനേക്കാൾ ആ സെല്ലിന്റെ EMFന് ഈക്വൽ ആയിട്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു EMF എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സെൽ റിയാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ്? നമ്മുടെ സെല്ലിലുള്ള EMFന് എക്സാക്ട്ലി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു EMF അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻസ് എന്താകും? അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിലുള്ള EMFനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു EMF ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റിയാക്ഷൻസ് റിവേഴ്സ് ഓർഡറിലും നടക്കും. എന്താ ആ 2 പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. എന്തൊക്കെയാണ്? നമ്മുടെ സെല്ലിന്റെ EMFന് എക്സാക്ട്ലി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു EMF നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൽ റിയാക്ഷൻസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നമ്മുടെ സെൽ EMFനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു EMF ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സെൽ റിയാക്ഷൻസ് ക്യാൻ ബി എന്താ റിവേഴ്സ് ആയിട്ടും നടക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങള്. ഓക്കെ, നമ്മളിപ്പം ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ 2 ടോപ്പിക്സ് കവർ ചെയ്തു. ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡാനിയൽ സെല്ലിനെ കുറിച്ച് പറഞ്ഞു. ഡാനിയൽ സെല്ലിന്റെ സ്ട്രക്ചറും അതിന്റെ റിയാക്ഷൻസും ഒക്കെ പറഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നോൺസ്റ്റ് ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ ഓൾറെഡി +2 സിലബസിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് നോൺസ്റ്റ് ഇക്വേഷൻ എന്നും അത് ഡിറൈവ് ചെയ്യുന്നതും എന്ത് ചെയ്യാനുണ്ട്? സിലബസിൽ പഠിക്കാനായിട്ട് ഉണ്ട്. നോൺസ്റ്റ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലും ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ നോൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാ? ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലും നമ്മുടെ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്ത്? നോൺസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ അത് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നോൺസ്റ്റ് ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദ ഇക്വേഷൻ വിച്ച് റിലേറ്റ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നോൺസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ അത് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഒരു ജനറൽ റിയാക്ഷൻ ആണ്. അതായത് നമ്മുടെ മെറ്റൽ Mn++ ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ലേ? ഒരു റിഡക്ഷന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ജനറൽ ആയിട്ട് എഴുതിയിട്ടിരിക്കുന്നത്. ഒരു റിഡക്ഷന്റെ ഇക്വേഷൻ ആണ് എഴുതി വെച്ചിരിക്കുന്നത് ജനറൽ ആയിട്ട്. Mn++ Mn+ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് അയോൺ ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ആറ്റമായിട്ട് മാറും, മെറ്റലായിട്ട് മാറും. അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ഒരു റിഡക്ഷന്റെ ഇക്വേഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ വരുന്നത് നമ്മുടെ ഫ്രീ എനർജി ചേഞ്ചും, അതായത് നമ്മൾ ഗിബ്സ് എനർജി എന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ ഫ്രീ എനർജി അല്ലെങ്കിൽ ഗിബ്സ് എനർജി എന്ന് പറയുന്നത്. അതിനെ G വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന പാർട്ടിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗിബ്സ് എനർജി അല്ലെങ്കിൽ ഫ്രീ എനർജിയും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K അതും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഞാൻ രണ്ടാമത് എഴുതി വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? നമ്മുടെ ഫ്രീ എനർജി ആയ ΔGയും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയ Kയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ആ ഇക്വേഷൻ ΔG = ΔG0 + RT ln K എന്നാണ്. നാച്ചുറൽ ലോഗ് ln K എന്നാണ്. അപ്പൊ എന്താണ്? നമ്മുടെ ഫ്രീ എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ആ ഇക്വേഷൻ ഏതാണ്? ΔG = ΔG0 + RT ln K എന്നാണ്.
അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയത് ജനറൽ ആയിട്ടുള്ള ഒരു റിഡക്ഷന്റെ ഇക്വേഷൻ ആണ്. ഈ മെറ്റൽ N+ എന്ന് പറയുന്ന ഒരു മെറ്റല് 2 ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ N ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്തിട്ട് M ആയിട്ട് മാറി. രണ്ടാമത് എഴുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ എനർജി ചേഞ്ചും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആയിരുന്നു. എന്താ? ΔG=ΔG0 + RT ln K. ഇനി അതിനകത്ത് ഓരോ ടേമും എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ΔG എന്ന് പറയുന്നത് ഫ്രീ എനർജി ചേഞ്ച് ആണ്. ΔG0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ആണ്. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T is the temperature ആണ്. K is the equilibrium constant ആണ്. അപ്പൊ 2 ഇക്വേഷൻസ് എഴുതി. റിഡക്ഷന്റെ ഒരു ജനറൽ ഇക്വേഷൻ Mn+ എന്ന് പറയുന്ന അയൺ N ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്തിട്ട് M ആയിട്ട് മാറിയ ഒരു ജനറൽ റിഡക്ഷന്റെ ഇക്വേഷൻ. രണ്ടാമത് ഫ്രീ എനർജി ചേഞ്ചും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ ΔG=ΔG0 + RT ln K. പിന്നെ ഓരോ ടേമും എന്താണെന്ന് എഴുതി. ΔG is the free energy change, ΔG0 is the standard free energy change, R is the universal gas constant, T is the temperature, K is equal to equilibrium constant. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലേ? ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ΔGയിലേക്ക് ഒരു ഇക്വേഷൻസിനകത്തേക്കാണ്. ΔG -NFE എന്ന് നമുക്ക് പറയാം. ΔG എന്താ? -NFE. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. E എന്ന് പറയുന്നത് E സെല്ല് EMF ആണ്. -NFE. E എന്ന് പറയുന്നത് EMF ആണ്, E സെല്ലാണ്. F എന്ന് പറയുന്നത് ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. F എന്താണ്? ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ് F. അപ്പൊ ΔG -NFE എന്നാണ്. N is the number of electrons, F is the Faraday's constant, E is the EMF of the cell. ആ ΔG -NFE ആണെങ്കിൽ ΔG0 എന്ന് പറയുന്നത് എന്തായിരിക്കും? -NFE0 ആയിരിക്കും. അവിടെയും N നമ്പർ ഓഫ് ഇലക്ട്രോൺ, F ഫാരഡേസ് കോൺസ്റ്റന്റ്, E0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് EMF, സ്റ്റാൻഡേർഡ് സെൽ EMF E0. അപ്പം ΔG -NFE ആണ്. ΔG0 -NFE0 ആണ്. ഇനി നമ്മൾ ഈ ΔGയുടെ വാല്യൂവും ΔG0യുടെ വാല്യൂവും നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ, അതായത് ΔGയെയും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയും കണക്ട് ചെയ്ത ഒരു ഇക്വേഷൻ എഴുതിയില്ലേ, അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇക്വേഷൻ 2, അതായത് ΔGയുടെ വാല്യൂ ആയ -NFEയും ΔG0യുടെ വാല്യൂ ആയ -NFE0യും ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഒന്നുമില്ല, ഒന്നാമത്തെ ഒരു നമ്മൾ എഴുതിയ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, എന്താ? നമ്മുടെ ഫ്രീ എനർജി ചേഞ്ച് ആയ ΔG ΔG0 + RT ln K എന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. അതിനകത്തേക്ക് ΔGക്കും ΔG0നും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ΔGക്ക് പകരം നമ്മൾ -NFE എന്ന് എഴുതി, ഈക്വൽ ടു ΔG0ക്ക് പകരം -NFE0 എന്ന് എഴുതി, പ്ലസ് RT ln K എന്നാണ്, അത് അതുപോലെ തന്നെ കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇക്വേഷനെ മൊത്തത്തിൽ രണ്ട് സൈഡിലും ഇക്വേഷനെ -NF വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുകയാണ്. ഈ -NF കളയാനായിട്ട് ഇക്വേഷന്റെ മൊത്തം സൈഡിലും -NF വെച്ച് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പൊ എങ്ങനെ വരും? -NFE ഡിവൈഡഡ് ബൈ -NF ഈക്വൽ -NFE0 ഡിവൈഡഡ് ബൈ -NF പ്ലസ് RT ബൈ -NF ln K. നമ്മൾ ΔGയുടെ വാല്യൂവും ΔG0യുടെ വാല്യൂവും ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം ആ ഇക്വേഷന്റെ രണ്ട് സൈഡും -NF വെച്ച് ഡിവൈഡ് ചെയ്തു, അല്ലേ? ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം, -NFഉം -NFഉം ക്യാൻസൽ ആയിട്ട് ഇവിടെ E എന്ന് മാത്രമാവും. E is equal to ഇവിടെയും -NFഉം -NFഉം ക്യാൻസൽ ആയിട്ട് E0 എന്നാവും. അപ്പൊ E is equal to E0 ഇവിടെ ക്യാൻസൽ ആകത്തില്ല, താഴെ മാത്രമേ ഉള്ളൂ -NF. അതുകൊണ്ട് ആ മൈനസ് നമുക്ക് ഈ മുകളിൽ എഴുതാം. E0 RT by NF ln K. അപ്പൊ -NF വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ബാക്കി വന്നാൽ നമുക്ക് E is equal to E0 RT by NF ln K എന്നാണ്.
അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ LNK എന്നുള്ളത് നമ്മൾ ലോഗാക്കി മാറ്റുന്നു, LOG ലോഗാക്കി മാറ്റുന്നു. LOG ലോഗാക്കി മാറ്റാൻ നമ്മൾ ഒരു 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. LNനെ LOG ലോഗാക്കി മാറ്റാൻ വേണ്ടി 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഇതിന് മാറ്റമില്ല, ഈ തന്നെ ഇവിടെ മാറ്റമില്ല, E0 തന്നെ ഇവിടെ മാറ്റമുണ്ട്. ഇത് ഈ ടേമിനെയാണ് നമ്മൾ 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ -2.303 RT/NF ലോഗ് K എന്ന് എഴുതാം. നമുക്ക് എന്താണ് ലോഗ് K എന്ന് എഴുതാം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇനി ഈ Kക്ക് നമുക്ക് വാല്യൂ കൊടുക്കാം. അതിനുവേണ്ടി നമ്മുടെ റിഡക്ഷന്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടില്ലേ, അങ്ങോട്ട് പോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണ്. ഇവിടെ പ്രോഡക്റ്റ് ആരാ? M ആ. അപ്പം പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് M ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Mn+ ആണ്. അപ്പൊ Kക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ ഓഫ് M ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn+ എന്നാക്കുന്നു. കാരണം മനസ്സിലായോ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റിനെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനുകളുടെ പ്രോഡക്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് M ആണ്, റിയാക്ടന്റ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Mn+ ആണ്. അപ്പം Kക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് M ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn+ എന്ന് എഴുതുന്നു. പിന്നെ നമ്മൾ ഈ കോൺസെൻട്രേഷൻ ഓഫ് M മെറ്റൽ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും യൂണിറ്റി ആയിരിക്കും, 1 ആയിരിക്കും. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് Mന് 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇക്വേഷൻ E0 മൈനസ് 2.303 RT/NF ലോഗ് 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn+ എന്നാകുന്നു. പിന്നെ നമുക്ക് ഈ ലോഗ് 1/a എന്നുള്ളത് ലോഗ് a ആക്കി മാറ്റുന്നു. ഈ മൈനസിനെ അപ്പോൾ അങ്ങ് പ്ലസ് ആക്കും. അപ്പൊ E0 പ്ലസ് 2.303 RT/NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mn+ എന്നാക്കി മാറ്റുന്നു. പിന്നെ R-നും T-ക്കും F-നും ഒക്കെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് വരുന്നത്. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ വരുന്നത് 8.314 ജൂൾ/കെൽവിൻ ആണ്. അപ്പൊ R-ന് 8.314 ജൂൾ/കെൽവിൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 96,500 കൂളം ആണ്. അപ്പം 96,500 കൂളം എന്ന് F-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ടെമ്പറേച്ചർ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 298 കെൽവിൻ ആണ്. അപ്പൊ ഇവിടെ R-ന് 8.314 എന്ന് കൊടുക്കാം, T-ക്ക് 298 കെൽവിൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F-നാണെങ്കിൽ 96,500 കൂളം. അതെല്ലാം കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കിട്ടുന്ന ആൻസർ ആണ് ഈ 0.0591. എന്താ? 0.0591. അപ്പൊ നമ്മുടെ ഫൈനൽ ലേൺസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ മാറും. E=E0 പ്ലസ് ഈ 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 298 ഡിവൈഡഡ് ബൈ n ഇൻറ്റു 96,500 കൂളമാണ് 0.0591 ബൈ n കോൺസ്റ്റന്റ് അല്ല, ഇലക്ട്രോണുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് n. അപ്പൊ n കോൺസ്റ്റന്റ് ആകുന്നില്ല, അതുകൊണ്ട് n എന്ന് തന്നെ കൊടുക്കാം. പിന്നെ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mn+. ഇതാണ് നമ്മുടെ ലേൺസ്റ്റ് ഇക്വേഷന്റെ ജനറൽ ആയിട്ടുള്ള ഫോം. അപ്പൊ ലേൺസ്റ്റ് ഇക്വേഷന്റെ ജനറൽ ഫോം ആണ് നമ്മൾ ഡെറൈവ് ചെയ്തത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, എന്തെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാകാത്തുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്ത എന്താണ്? നമ്മുടെ ഒരു റിഡക്ഷന്റെ ജനറൽ ഇക്വേഷൻ എഴുതി വെച്ചു. Mn++ n ഇലക്ട്രോൺ ഗിവ്സ് M. നെക്സ്റ്റ് നമ്മുടെ ഫ്രീ എനർജി ചേഞ്ചും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എഴുതി. ആ ഇക്വേഷൻ എന്താ? ΔG ΔG0 പ്ലസ് RT/ln/K. എന്നിട്ട് അതിനകത്ത് ഓരോ ടേമും എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ΔG is the free energy change, ΔG0 is the standard free energy change, R is the universal gas constant, T is the temperature, K is the equilibrium constant. നെക്സ്റ്റ് നമുക്ക് ΔGക്കും ΔG0നും ഓരോ വാല്യൂ കൊടുത്തു. ΔG എന്ന് പറയുന്നത് -NF E ആണ്, ΔG0 എന്ന് പറയുന്നത് -NF
E0 ആണ്. അപ്പൊ ഈ n എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺ. E എന്താണ്? ഈ സെല്ലിന്റെ EMF ആണ്. F എന്താ? ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. E0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സെൽ EMF ആണ്. അപ്പൊ ഡെൽറ്റ ജിക്കും ഡെൽറ്റ G0ക്കും കിട്ടിയ ആ വാല്യൂവിനെ നമ്മൾ ആ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ G0 പ്ലസ് RT ln K എന്ന് പറയുന്ന ഇക്വേഷനകത്തേക്ക് ഡെൽറ്റ ജിയുടെ വാല്യൂവും ഡെൽറ്റ G0ന്റെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? മൈനസ് NF ഈസ് ഈക്വൽ ടു മൈനസ് NF E0 പ്ലസ് RT ln K എന്ന് വരുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിനെയും മൈനസ് NF വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇക്വേഷന്റെ രണ്ട് സൈഡും മൈനസ് NF വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ വരും? മൈനസ് NF E ഡിവൈഡഡ് ബൈ മൈനസ് NF ഈക്വൽ മൈനസ് NF E0 ഡിവൈഡഡ് ബൈ മൈനസ് NF പ്ലസ് RT ബൈ മൈനസ് NF പിന്നെ ln K. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ മുകളിലും താഴെയും വരുന്ന മൈനസ് NF ഒക്കെ ക്യാൻസൽ ആയി പോകും. ഈ മൈനസ് NFഉം ഈ മൈനസ് NFഉം ക്യാൻസൽ ആയാൽ ഇവിടെ E മാത്രമേ ഉള്ളൂ. ഇവിടെയും ഇതുപോലെ ക്യാൻസൽ ആയ E0 മാത്രമേ ഉള്ളൂ. അപ്പൊ E is equal to E0 ഇവിടെ ക്യാൻസൽ ആയി പോകുന്നില്ല. അപ്പൊ മൈനസ് RT ബൈ NF ln K എന്ന് വരുന്നു. പിന്നെ നമ്മൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ln K എന്നുള്ളതിനെ LOG ലോഗ് ആക്കി മാറ്റാൻ വേണ്ടി ആ ഒരു ടേമിനെ മാത്രം 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ E is equal to E0 മൈനസ് 2.303 RT ബൈ NF ലോഗ് K എന്നാവുന്നു. ഈ ln നമുക്ക് ലോഗ് ആക്കി മാറ്റാൻ എന്താണ്ട് ഈ ടേമിനെ മാത്രം 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത് ലോഗ് K എന്ന് എഴുതാം. പിന്നെ Kയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. K എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷനെ റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് M ആണ്. റിയാക്റ്റന്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് Mn+ ആണ്. അപ്പൊ Kയ്ക്ക് പകരം ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് M ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn+ എന്ന് കൊടുക്കുന്നു. അവിടെ വെച്ച് തന്നെ മെറ്റൽ സോളിഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ 1 ആയിരിക്കും. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് M-ന് 1 എന്ന് കൊടുത്താൽ ലോഗ് 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn+ എന്ന് വരുന്നു. പിന്നെ ഈ 1 ബൈ എന്നുള്ളത് Mn+ എന്ന് എഴുതുന്നു. ഈ മൈനസ് സൈൻ മാറ്റിയിട്ട് പ്ലസ് ആക്കുന്നു. E is equal to E0 പ്ലസ് 2.303 RT ബൈ NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mn+ എന്ന് വരുന്നു. പിന്നെ ഈ ആറിനും ടിക്കും എഫിനും ഒക്കെ വാല്യൂസ് കൊടുക്കുന്നു. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ ആണ്. T സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആയ 298 കെൽവിൻ ആണ്. F ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ് 96,500 കൂളം. N എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ എണ്ണം മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ N എന്ന് തന്നെ കൊടുക്കും. അപ്പൊ അതെല്ലാം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ 0.0591 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ E is equal to E0 പ്ലസ് എന്താ 0.0591 ബൈ N ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mn+ എന്നാവുന്നു. ഇതാണ് നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷന്റെ ജനറൽ ആയിട്ടുള്ള നേൺസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സ്റ്റെപ്സ്. അപ്പൊ ഇത് എഴുതി നോക്കുക. മനസ്സിലായെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കുറച്ച് ഒന്നോ രണ്ടോ വട്ടമൊക്കെ കേട്ടിട്ട് ഒന്നും കൂടെ എഴുതി മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും എന്താണ് അതിൻ്റെ ഡിഫറൻസ് ഒക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഡാനിയൽ സെല്ല്, അതിൻ്റെ സ്ട്രക്ചർ, അതിനകത്ത് റിയാക്ഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് നോൺസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, ജനറൽ ആയിട്ടുള്ള നോൺസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇനി നമുക്കൊരു ജനറൽ റിയാക്ഷൻ തന്നിട്ട് അതൊന്ന് പറയാം. അതിൻ്റെ നോൺസ്റ്റ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. അതായത് നമ്മൾ ജനറൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന റിയാക്ഷൻ A+B റിവേഴ്സിബിളി ഗിവ്സ് C+D. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജനറൽ ആയിട്ട് ആ നോൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ എന്താ പഠിച്ചത്? E is equal to E0 പ്ലസ് 0.0591 ബൈ N. E is equal to E0 പ്ലസ് 0.0591 ബൈ N ലോഗ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണല്ലേ എഴുതുന്നത്. ഇവിടുത്തെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാ? C. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് സിയുടെ ആ നമ്പർ ഓഫ് മോൾസ് നമ്മൾ പവർ ആയിട്ട് എഴുതണം. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് C. അടുത്ത പ്രോഡക്റ്റ് D ആണ്, അതിന്റെ നമ്പർ ഓഫ് മോൾസ് പവർ ആയിട്ട് എഴുതണം. അപ്പം പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷനുകളുടെ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷനുകളുടെ പ്രോഡക്റ്റ്. റിയാക്റ്റൻസ് ഏതൊക്കെയാ? A. അതിന്റെ നമ്പർ ഓഫ് മോൾസ് A raised to A.
അടുത്ത റിയാക്ടൻസ് ബി റേസ് ടു ബി. ഇതായിരിക്കും നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ തന്നിട്ട് നമ്മളോട് നെൺസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാ? E = E0 + 0.0591/n log product concentration of C raised to C into concentration of D raised to D divided by reactants concentration of A raised to A into concentration of B raised to B. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ജനറൽ ആയിട്ട് റിയാക്ഷനിൽ അപ്ലൈ ചെയ്യേണ്ടത് നെൺസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് റെഫറൻസ് ഇലക്ട്രോഡ്സിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ എന്തിനാണ് ഈ റെഫറൻസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു സെല്ല് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇലക്ട്രോഡിന്റെ, കാഥോഡിന്റെ ആണെങ്കിലും ആനോഡിന്റെ ഒക്കെ ആണെങ്കിലും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മെഷർ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതായത് നമ്മളവിടെ യൂസ് ചെയ്യുമ്പം കിട്ടുന്നത് രണ്ടുപേരുടെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണെന്നോ കാഥോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണെന്നോ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ റെഫറൻസ് ഇലക്ട്രോഡുകളെ. റെഫറൻസ് ഇലക്ട്രോഡുകൾ രണ്ട് തരത്തിലുള്ള ഇലക്ട്രോഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡുകളും പഠിക്കാനുണ്ട്, സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡുകളും പഠിക്കാനുണ്ട്. അതിനകത്ത് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡാണ്. ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് നമ്മുടെ +2 ടോപ്പിക്ക് തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് എന്ത്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പൊ എന്തിനു വേണ്ടിയാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒരു ഇലക്ട്രോഡിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഒരു പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡാണ്. അപ്പൊ റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഒരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ നമ്മുടെ ഈ ഇലക്ട്രോഡിനെ നമ്മൾ മറ്റേതെങ്കിലും ഒരു ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യും. അങ്ങനെ കപ്പിൾ ചെയ്യുന്നവരെയാണ് നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള റെഫറൻസ് ഇലക്ട്രോഡുകളുണ്ട്, പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആൻഡ് സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്. അപ്പൊ ഇവിടെ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിന് എക്സാമ്പിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് SHE എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നും പറയും. അത് NHE, രണ്ടും സെയിം തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡും സെയിം ആണ്. ആദ്യം നമ്മൾ അതിന്റെ ഒരു സ്ട്രക്ചർ ആണ് പഠിക്കേണ്ടത്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ബീക്കറിനകത്താണെങ്കിൽ 1 മോൾ കോൺസെൻട്രേഷൻ ഉള്ള ആസിഡ് സൊല്യൂഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ H+ സൊല്യൂഷൻസ് എടുത്തിട്ടുണ്ട്. ഒരു ബീക്കറിലാണെങ്കിൽ 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള H+ സൊല്യൂഷൻ, ആസിഡ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അവിടുത്തെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആയിരിക്കണം 298 കെൽവിൻ ആയിരിക്കണം. ഇപ്പം ബീക്കറിൽ എടുത്തിരിക്കുന്നത് 1 മോളാർ H+ സൊല്യൂഷൻ ആണ്, ടെമ്പറേച്ചർ എന്തായിരിക്കണം? 298 കെൽവിൻ ആയിരിക്കണം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു പ്ലാറ്റിനം വയർ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്ലാറ്റിനം ഫോയിൽ വെച്ചിട്ടുണ്ട്. ആ പ്ലാറ്റിനം വയറിന്റെ എൻഡിലായിട്ട് നമ്മൾ പ്ലാറ്റിനം ഫോയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഹൈഡ്രജൻ ഗ്യാസിന്റെ ബബിൾസ് പാസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് 1 atm പ്രഷറിലാണ് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിന്റെ ബബിൾസ് പാസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞ്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതൊരു പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആണെന്ന് പറഞ്ഞു. ഒരു ബീക്കറിലാണെങ്കിൽ നമ്മൾ 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള ആസിഡ് സൊല്യൂഷൻ H+ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട് 298 കെൽവിനിൽ. അതിനകത്തേക്ക് നമ്മൾ പ്ലാറ്റിനം വയർ എൻഡിൽ പ്ലാറ്റിനം ഫോയിലും വെച്ചിട്ടുണ്ട്, പ്ലാറ്റിനം വയർ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹൈഡ്രജൻ ഗ്യാസിന്റെ ബബിൾസ് പാസ് ചെയ്യുന്നുണ്ട്. അത് ഏത് പ്രഷറിലായിരിക്കണം? 1 atm പ്രഷറിലായിരിക്കണം. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് അറിയാം. അങ്ങനെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാവുന്നവരെ നമുക്ക് റെഫറൻസ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളവിടെ ഡാനിയൽ സെല്ല് പഠിച്ചില്ലേ? അപ്പൊ ഡാനിയൽ സെല്ലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഡാനിയൽ സെല്ലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ സിങ്ക് അല്ലേ വെച്ചത്,
സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ കോപ്പർ വെക്കുന്നതിന് പകരം നമുക്ക് ഇവിടെ എന്തുകൊണ്ട് വെക്കാം? നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെക്കാം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെക്കാം. H2 ഗ്യാസ് കൊടുക്കാം 180 m പ്രഷറിൽ. പിന്നെ ഇതിനകത്ത് 1 മോളാർ കോൺസെൻട്രേഷനുള്ള H+ സൊല്യൂഷൻ എടുക്കാം ഇതിനകത്ത്. പിന്നെ പ്ലാറ്റിനം വയറുണ്ട്, ഇവിടെ പ്ലാറ്റിനം ഫോയിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. നോക്കിക്കേ, നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ ക്യാഥോഡ് കോപ്പറിന്റെ സ്ഥാനത്താണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന റീഡിങ് എന്ന് പറയുന്നത്, ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആരുടേതായിരിക്കും? ടോട്ടൽ ആയിരിക്കും കിട്ടുന്നത്, രണ്ടുപേരുടെയും കൂടെ കിട്ടുന്നത് അല്ലേ? നമ്മുടെ സിങ്കിന്റെയും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെയാണ് കിട്ടുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ്. അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പൊ ഇവിടെ കിട്ടുന്ന മെഷർമെന്റ് ആരുടേതായിരിക്കും? സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഇവിടെ ഏത് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്തെന്ന് നമുക്ക് പറയാം? സിങ്ക് ആനോഡാ. അപ്പൊ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്തു? ക്യാഥോഡായിട്ട് ആക്ട് ചെയ്തു. അപ്പൊ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന് ക്യാഥോഡായിട്ടും ആക്ട് ചെയ്യാൻ കഴിയും, ആനോഡായിട്ടും ആക്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇതൊരു റിവേഴ്സിബിൾ ഇലക്ട്രോഡ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് കോപ്പറിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നേരെ തിരിച്ച് ചെയ്താൽ മതി. കോപ്പറിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ സിങ്ക് ഇരിക്കുന്ന സ്ഥാനത്തേക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെക്കുക, കോപ്പർ അതുപോലെ തന്നെ പ്ലേസ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ കിട്ടുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ റീഡിംഗ് എന്ന് പറയുന്നത് ആരുടേതായിരിക്കും? കോപ്പറിന്റെ ആയിരിക്കും. അപ്പൊ കോപ്പർ അവിടെ എന്തായിട്ട് ആക്ട് ചെയ്തു? കോപ്പർ ക്യാഥോഡാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്തു. അപ്പൊ നമ്മൾ കപ്പിൾ ചെയ്യുന്ന ഇലക്ട്രോഡ് ഏതാണോ അതനുസരിച്ചിട്ട് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായിട്ടും ക്യാഥോഡായിട്ടും ആക്ട് ചെയ്യും. നമ്മൾ കപ്പിൾ ചെയ്യുന്ന ഇലക്ട്രോഡ് എന്താ സിങ്ക് അല്ലെങ്കിൽ മഗ്നീഷ്യം പോലെയുള്ളവരാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അവിടെ ക്യാഥോഡായിട്ട് ആക്ട് ചെയ്യും. ഇനി കോപ്പർ സിൽവർ പോലുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമ്മൾ കപ്പിൾ ചെയ്യുന്ന ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ 0യേക്കാൾ കുറവാണെങ്കിൽ, ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് പറയാം സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ക്യാഥോഡായിട്ട് ആക്ട് ചെയ്യുമെന്ന്. ഇനി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാം. അപ്പൊ ലെസ് ദാൻ നമ്മൾ കപ്പിൾ ചെയ്യുന്ന ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ലെസ് ദാൻ 0 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ക്യാഥോഡായിട്ട് ആക്ട് ചെയ്യും. അതായത് അവിടെ റിഡക്ഷൻ നടക്കും. ഇനി നമ്മൾ കപ്പിൾ ചെയ്യുന്ന ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യും. അതായത് ഓക്സിഡേഷൻ നടക്കും. അപ്പൊ ആനോഡായിട്ടും ക്യാഥോഡായിട്ടും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന് പ്രവർത്തിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അതൊരു റിവേഴ്സിബിൾ ഇലക്ട്രോഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ അവിടുത്തെ റിയാക്ഷൻസ് നമുക്ക് എഴുതാം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. പ്ലാറ്റിനത്തിന്റെ പ്രസൻസിലാണ് H2 പ്രവർത്തിക്കുന്നത്. അപ്പൊ Pt(H2) ബാർ H2 എന്തായിട്ട് മാറുന്നു? H+ ആയിട്ട് മാറുന്നു. പ്ലാറ്റിനത്തിന്റെ പ്രസൻസിലാണ് ഹൈഡ്രജൻ ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അല്ലാതെ ഹൈഡ്രജൻ ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല, പ്ലാറ്റിനത്തിന്റെ പ്രസൻസിലാണ്. അതുകൊണ്ടാണ് Pt(H2) എന്ന് കൊടുത്തിരിക്കുന്നത്. അത് എന്തായിട്ട് മാറുന്നു? H+ ആയിട്ട് മാറുന്നു. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ റെപ്രസെന്റേഷൻ. പിന്നെ അതിനകത്ത് വരുന്ന ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്, റിഡക്ഷൻ ആണ്. ക്യാഥോഡ് ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ½ H2 എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? H++1 ഇലക്ട്രോൺ ആയിട്ട് മാറുന്നു. ക്യാഥോഡ് എഴുതുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ആക്കി എഴുതിയാൽ മതി. H++1 ഇലക്ട്രോൺ ½ H2 ആയിട്ട് മാറുന്നു. H+ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, റിഡക്ഷൻ ആണ്. ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് റിഡക്ഷൻ. അപ്പൊ H+ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ½ H2 ആയിട്ട് മാറുന്നു. ആനോഡ് എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ ആണ്. ½ H2 ഒരു ഇലക്ട്രോണിനെ കൊടുത്തിട്ട് H+ ആയിട്ട് മാറുന്നു. അതാണ് ആനോഡിലും ക്യാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ. എന്തില്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡില്. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് റെഫറൻസ് ഇലക്ട്രോഡുകളാണ്. എന്താണ് റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു? ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്കൊരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ അതിനെ മറ്റേതെങ്കിലും ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യും. അങ്ങനെ കപ്പിൾ ചെയ്യുന്നവരെയാണ് നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള റെഫറൻസ് ഇലക്ട്രോഡുകളുണ്ട്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡുകളും സെക്കൻഡറി
സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡുകളും അതിൽ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിന് എക്സാമ്പിളായ SHE അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞു. ഒരു ബീക്കറിലാണെങ്കിൽ 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള ആസിഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ H+ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ പ്ലാറ്റിനം വയർ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻഡിലാണെങ്കിൽ പ്ലാറ്റിനം ഫോയിലും ഉണ്ട്. അതുകൂടാതെ ഇതിനകത്തേക്ക് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിന്റെ ബബിൾസ് പാസ് ചെയ്യുന്നുണ്ട് ഒരു 1 atm പ്രഷറിൽ. ഈ എടുത്തിരിക്കുന്ന ആസിഡ് സൊല്യൂഷൻ 298 കെൽവിൻ ടെമ്പറേച്ചറിലും ആയിരിക്കണം, 1 മോളാർ കോൺസെൻട്രേഷനിലും ആയിരിക്കണം. അപ്പൊ നമ്മുടെ ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഒരു അറേഞ്ച്മെന്റ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൂടാതെ ഇതിന് 2 തരത്തില് കാഥോഡായിട്ടും ആക്ട് ചെയ്യാൻ കഴിയുന്നു, ആനോഡായിട്ടും ആക്ട് ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഒരു റിവേഴ്സിബിൾ ഇലക്ട്രോഡ് കൂടിയാണ്. നമ്മൾ കപ്പിൾ ചെയ്യുന്ന ആരുടെ കൂടെയാണോ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ കപ്പിൾ ചെയ്യുന്നത്, ആ കപ്പിൾ ചെയ്യുന്ന ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യല് <0 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് റിഡക്ഷൻ നടന്നിട്ട് കാഥോഡായിട്ട് ആക്ട് ചെയ്യും. കപ്പിൾ ചെയ്യപ്പെടുന്ന ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യല് <0 ആണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൽ ഓക്സിഡേഷൻ നടന്നിട്ട് അത് ആനോഡായിട്ടും ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ റിവേഴ്സിബിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. റെപ്രസെന്റേഷൻ പ്ലാറ്റിനത്തിന്റെ പ്രസൻസിലാണ് H2H+ ആയിട്ട് മാറുന്നത്. അപ്പൊ Pt(H2)H+. ആനോഡിലാണെങ്കിൽ ½ ഗിവ്സ് ഇലക്ട്രോണിനെ കൊടുത്തിട്ട് 1 ഇലക്ട്രോണിനെ കൊടുത്തിട്ട് H+ ആയിട്ട് മാറുന്നു. കാഥോഡിൽ റിഡക്ഷൻ ആണ്, H+1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ½ ആയിട്ട് മാറുന്നു. ഇത്രയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇതിന്റെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും. നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഹൈലി ആക്യുറേറ്റ് ആണ്, കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്, ഹൈലി ആക്യുറേറ്റ് ആണ്. പിന്നെ നമുക്ക് ഏത് pH റേഞ്ചിലും പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയും. pH റേഞ്ച് ഒന്നും പ്രശ്നമല്ല, ഏത് pH റേഞ്ചിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ഹൈലി ആക്യുറേറ്റ് ആണ്. അപ്പൊ ഏത് pH റേഞ്ചിലും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ഹൈലി ആക്യുറേറ്റ് ആണ്. ഇതൊക്കെയാണ് അതിന്റെ മെറിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് സെറ്റപ്പ് ചെയ്യുക, നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് സെറ്റപ്പ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം നമ്മളിവിടെ കണ്ടീഷൻസ് പറയുന്നുണ്ടല്ലോ, 1 മോളാർ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ 1 atm പ്രഷറും 298 കെൽവിൻ ടെമ്പറേച്ചറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഡിഫിക്കൽട്ട് ആണ്. 1 atm പ്രഷറും 298 കെൽവിൻ ടെമ്പറേച്ചറും 1 മോളാർ കോൺസെൻട്രേഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഡിഫിക്കൽട്ട് ആണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതും ഡിഫിക്കൽട്ട് ആണ്. അതുകൂടാതെ നമ്മൾ ഈ ഡിപ്പ് ചെയ്യപ്പെടുന്ന പ്ലാറ്റിനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പോയിസൺഡ് ആകാൻ സാധ്യതയുള്ളതാണ്. കാരണം അത് നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റിന്റെ കേസിൽ സൊല്യൂഷൻസിലൊന്നും ഡിപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല. അത് എന്ത് ചെയ്യുന്നുണ്ട്, പോയിസൺഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഡീമെറിറ്റ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്ന ടോപ്പിക്ക് ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്കിനി നോൺ സ്റ്റിക്വേഷനോട് ബന്ധപ്പെട്ട് 1-2 പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ഇലക്ട്രോഡ്. സിങ്കിന്റെ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ്. അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് സിങ്കിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് Zn2+ is equal to 0.01 m. സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. E0 Zn2+ ബാർ Zn is equal to -0.76 വോൾട്ട്. അപ്പൊ നമുക്ക് ആദ്യം നോൺ സ്റ്റിക്വേഷൻ എഴുതാം. E is equal to E0 -0.0591 by n 0.0591 by n ലോഗ് നമ്മുടെ ജനറൽ ഇക്വേഷൻ പഠിച്ചില്ലേ, നമ്മളിവിടെ E is equal to E0 plus 0.0591 by n log concentration of mn plus എന്ന് എഴുതി വെച്ചു ലാസ്റ്റ്. അതിന് മുമ്പത്തെ സ്റ്റെപ്പിൽ ഇവിടെ മൈനസ് ആയിരുന്നു, അപ്പോൾ അത് 1 by concentration of mn plus എന്നായിരുന്നു. അതാണ് എഴുതിയേക്കുന്നത്. E is equal to E0 minus 0.0591 by n log 1 by concentration of ഇവിടെ ആരുടേതാ Zn2+ ൻ്റെതല്ലേ. ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. E is equal to E0 എന്ന് പറയുന്നത് എത്രയാ, -0.76 വോൾട്ട്. പിന്നെ മൈനസ് 0.0591 by n ഇലക്ട്രോണുകളുടെ എണ്ണം ഇവിടെ എത്രയാ, 2+ അപ്പൊ 2 n2 എന്ന് കൊടുത്തു. ലോഗ് 1 by ഈ Zn2+ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.01. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. -0.76 മൈനസ് 0.0591/2 log ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 0.819 വോൾട്ട് എന്നായിരിക്കും. 0.819 വോൾട്ട് എന്നായിരിക്കും. ഒന്നുമില്ല, നമുക്കൊരു സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സിങ്കിന്റെ കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ നോൺസ്റ്റ് ഇക്വേഷന്റെ ജനറൽ ഫോം എഴുതി. E = E0 - 0.0591/n log 1 കോൺസെൻട്രേഷൻ ഓഫ് ഏതാ ഇവിടെ Z2+ ആണ്. അവിടെ E0യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. N ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണെന്ന് മനസ്സിലായി. പിന്നെ Zn2+ന്റെ കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്. അത് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ആൻസർ 0.819 വോൾട്ട് എന്ന് കിട്ടി. ഓക്കെ അല്ലേ പ്രോബ്ലം? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലംസ് പരിചയപ്പെടാം. അതായത് കാൽക്കുലേറ്റ് ദ EMF ഓഫ് എ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിന്റെ EMF ഈ സെല്ല് കണ്ടുപിടിക്കാനായിട്ടാണ്. വെൻ കോൺസെൻട്രേഷൻ ഓഫ് Zn2+ തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് Cu2+ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് Zn2 സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ EMF കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പൊ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ E cell = E0 cell - 0.0591/n log കോൺസെൻട്രേഷൻ ഓഫ് മൈനസ് ആണ്. നമ്മൾ E0 സെല്ല് കഴിഞ്ഞ് മൈനസ് ആണ് വരുന്നതെങ്കിൽ മുകളിൽ ആനോഡിന്റെ കോൺസെൻട്രേഷൻ ബൈ കാഥോഡാണ്. പ്ലസ് ആണെങ്കിൽ തിരിച്ചെഴുതണം, Cu2+/Zn2+ എന്ന് എഴുതാം. രണ്ട് രീതിയിലും എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് വേണ്ട ആൻസറിനുള്ള ഇക്വേഷൻ ഇതാണ്. കാരണം എന്താ, കാൽക്കുലേറ്റ് ദ EMF ഓഫ് എ ഡാനിയൽ സെൽ എന്നാ. E cell = E0 cell - 0.0591/n log മൈനസ് ആണെങ്കിൽ ഡാനിയൽ സെൽ ആകുമ്പോൾ ആനോഡ് Zn2+/Cu2+ ആണ്. പ്ലസ് കൊടുക്കാം, അപ്പൊ Cu2+/Zn2+ എന്ന് എടുക്കണം. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ വാല്യൂസ് നമുക്ക് ഉണ്ടെന്ന് നോക്കാം. E സെല്ലാ കണ്ടുപിടിക്കേണ്ടത്, പക്ഷെ E0 സെല്ലൊന്നും തന്നിട്ടില്ല. ഇതിന്റെ E0 സെല്ല് തന്നിട്ടില്ല. പിന്നെ നമുക്ക് Zn2+ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, Cu2+ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ E0 സെല്ല് വേണം, എങ്കിലേ നമുക്ക് ഇത് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം കണ്ടുപിടിക്കേണ്ടത് E0 സെല്ലാണ്. E0 സെല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് E0 കാഥോഡ് - E0 ആനോഡ്. അത് തന്നിട്ടുണ്ട്. E0 ആനോഡ് തന്നിട്ടുണ്ട്, സിങ്ക് അല്ലേ ആനോഡ്, കാഥോഡ് കോപ്പർ അല്ലേ, E0 ആനോഡും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡാനിയൽ സെല്ലിന്റെ EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ E cell = E0 cell - 0.0591/n log കോൺസെൻട്രേഷൻ ഓഫ് Zn2+ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ ആണ്. അവിടെ Zn2+ന്റെ കോൺസെൻട്രേഷനും Cu2+ന്റെ കോൺസെൻട്രേഷനും എന്നും ഒക്കെ നമുക്കറിയാം, പക്ഷെ E0 സെൽ അറിയില്ല. അപ്പൊ E0 സെല്ല് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് E0 സെൽ = E0 കാഥോഡ് - E0 ആനോഡ് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. അപ്പൊ E0 സെൽ = E0 കാഥോഡ് എന്താണ് +0.34 വോൾട്ടാ, മൈനസ് E0 ആനോഡ്. E0 ആനോഡ് എന്താ -0.76 വോൾട്ടാ. ഈ രണ്ട് മൈനസ് ഇവിടെ പ്ലസ് ആകും. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാം. അപ്പൊ നമുക്ക് ഡാനിയൽ സെല്ലിന്റെ പൊട്ടൻഷ്യൽ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ 1.1 വോൾട്ട് എന്ന് കിട്ടും. അതിന്റെ E0 സെൽ എന്ന് പറയുന്നത് 1.1 വോൾട്ട് എന്ന് കിട്ടി. അപ്പൊ ആ E0 സെൽ ഇതിനകത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ E cell = E0 സെല്ലിന് പകരം 1.1 വോൾട്ട് മൈനസ് 0.0591/n2 ആണ് ഇലക്ട്രോൺ log Zn2+ന്റെ കോൺസെൻട്രേഷൻ 0.01/Cu2+ന്റെ കോൺസെൻട്രേഷൻ 0.1. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 1.1295 വോൾട്ട് എന്ന് കിട്ടും. എന്താണ്, നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ EMF കണ്ടുപിടിക്കണമെങ്കിൽ E cell = E0 cell - 0.0591/n log കോൺസെൻട്രേഷൻ ഓഫ് Zn2+/Cu2+ ആണ് യൂസ് ചെയ്യേണ്ടത്. Zn2+ന്റെ കോൺസെൻട്രേഷൻ ഉണ്ട്, Cu2+ന്റെ കോൺസെൻട്രേഷൻ ഉണ്ട്, ഇലക്ട്രോണുകളുടെ എണ്ണം ഉണ്ട്, പക്ഷെ E0 സെൽ ഇല്ല. E0 സെല്ല് കണ്ടുപിടിച്ചു ആദ്യം. E0 സെൽ = E0 കാഥോഡ് - E0 ആനോഡ് എന്നാണ്. അപ്പൊ E0 കാഥോഡിന്റെ വാല്യൂ കൊടുത്തു, E0 ആനോഡിന്റെ വാല്യൂ കൊടുത്തു, E0 സെല്ല് എന്ന് കിട്ടി. അപ്പൊ ആ E0 സെല്ലിന്റെ വാല്യൂ 1.1 വോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇലക്ട്രോണുകളുടെ എണ്ണം 2, Zn2+ന്റെ കോൺസെൻട്രേഷൻ 0.01, Cu2+ന്റെ കോൺസെൻട്രേഷൻ 0.1. ഇത്രയും കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ 1.1295 വോൾട്ട് എന്ന് കിട്ടി. രണ്ടാമത്തെ പ്രോബ്ലം ഓക്കെ ആയോ?
ഓക്കെ, നമുക്ക് മൂന്നാമത്തെ പ്രോബ്ലം ആണ്. റൈറ്റ് ദ സെൽ റിയാക്ഷൻ ആൻഡ് സെൽ റെപ്രസെന്റേഷൻ ഓഫ് എ CuAg സെൽ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് CuAg സെൽ ആണെങ്കിൽ സെൽ റിയാക്ഷനും സെൽ റെപ്രസെന്റേഷനും എഴുതാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ EMF ഓഫ് ദ കോപ്പർ വെൻ കോൺസെൻട്രേഷൻ ഓഫ് Ag+ഉം Cu2+ ഒക്കെ തന്നിട്ടുണ്ട്. അതിന്റെ EMF കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതിന്റെ സെൽ റിയാക്ഷനും സെൽ റെപ്രസെന്റേഷനും എഴുതാം. സെൽ റിയാക്ഷൻ CuAg സെൽ അല്ലേ, അപ്പൊ ആനോഡ് ആരാണ് കാഥോഡ് ആരാണെന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം കോപ്പറും സിൽവറും വെച്ച് നോക്കുവാണെങ്കിൽ ഹൈലി റിയാക്റ്റീവ് കോപ്പർ സിൽവർ എന്നാ വരുന്നത്. കോപ്പർ കഴിഞ്ഞാ സിൽവർ വരുന്നത്. അപ്പൊ ആനോഡാണ് കോപ്പർ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഇവിടെ എഴുതുന്നത് ആനോഡായിരിക്കും. ആനോഡാണ് കോപ്പർ, സിൽവർ ആണ് എന്ത് കാഥോഡ്. അപ്പൊ നമുക്ക് ആദ്യം ആനോഡിലെ റിയാക്ഷൻ എഴുതാം. ആനോഡിൽ ഓക്സിഡേഷൻ ആണെന്ന് അറിയാമല്ലോ. ആനോഡിൽ ഓക്സിഡേഷൻ ആണ്. അപ്പൊ കോപ്പർ അല്ലേ ആനോഡ്. Cu ഗിവ്സ് ഇലക്ട്രോണിനെ കൊടുക്കുന്നു. 2 ഇലക്ട്രോണിനെ കൊടുത്തിട്ട് എന്തായിട്ട് മാറും? Cu2+ ആയിട്ട് മാറും. ആനോഡിൽ എഴുതി. ഇനി കാഥോഡാണ് ആര്? സിൽവർ. കാഥോഡിലാണ് ഏത് റിയാക്ഷൻ നടക്കുന്നത്? റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലാണ്. സിൽവറിന്റെ എഴുതുമ്പോൾ നമ്മൾ ഒരു Ag എഴുതാം. Ag പ്ലസ് 1 ഇലക്ട്രോൺ ഗിവ്സ് Ag എന്ന് വേണം എഴുതാൻ. 1 ഇലക്ട്രോണിനെ ഒരു സിൽവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2Ag പ്ലസ് 2 ഇലക്ട്രോൺ ഗിവ്സ് 2Ag എന്ന് എഴുതണം. ഇങ്ങനെ എഴുതിയാലും മതി. അപ്പൊ ഇതാണ് ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെൽ റിയാക്ഷൻ ആണ്. സെൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുന്ന ഓവറോൾ റിയാക്ഷൻ ആണ്. അപ്പോൾ അടുത്തതിന് അതിന്റെ ആൻസറിലേക്ക് വരാനായിട്ട് നമ്മൾ സെൽ റിയാക്ഷൻ എഴുതണം. സെൽ റിയാക്ഷൻ വേണമെങ്കിൽ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ ആദ്യം എഴുതണം. കോപ്പർ ആണ് ആനോഡ്. Cu ഗിവ്സ് Cu2+ 2 ഇലക്ട്രോൺ. സിൽവർ കാഥോഡ് ആണ്. Ag പ്ലസ് 1 ഇലക്ട്രോൺ ഗിവ്സ് Ag. സെൽ റിയാക്ഷൻ എഴുതുന്ന ടൈമിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും ഒരേപോലെ ചേർത്ത് എഴുതുന്നു. ഒരേ ഓപ്പോസിറ്റ് സൈഡിൽ ഈക്വൽ ആയിട്ട് വരുന്നത് ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇവിടെ നമുക്ക് 2 ഇലക്ട്രോൺ ആക്കാം ക്യാൻസൽ ആക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ 2Ag പ്ലസ് 2 ഇലക്ട്രോൺ ഗിവ്സ് 2Ag ആക്കുക. അതിലുള്ള 2 ഇലക്ട്രോൺ ക്യാൻസൽ ആയി പോകത്തുള്ളൂ. അപ്പൊ 2 ഇലക്ട്രോൺ ക്യാൻസൽ ആവും. ലെഫ്റ്റ് സൈഡിൽ Cu ഉണ്ട് പ്ലസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 2Ag പ്ലസ് ഉണ്ട് ഗിവ്സ് റൈറ്റ് സൈഡിൽ Cu2+ ഉണ്ട് പ്ലസ് ഇവിടെ റൈറ്റ് സൈഡിൽ 2Ag ഉണ്ട്. ഇതാണ് സെൽ റിയാക്ഷൻ. Cu പ്ലസ് 2Ag പ്ലസ് ഗിവ്സ് Cu2+ 2Ag. ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം ലെഫ്റ്റ് സൈഡിൽ എഴുതി ഗിവ്സ് ഇട്ടു. റൈറ്റ് സൈഡിലുള്ളതെല്ലാം റൈറ്റ് സൈഡിൽ എഴുതി. ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ എഴുതിയാൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സെൽ റിയാക്ഷൻ എഴുതാനായിട്ട് പറ്റും. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സെൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെൽ റെപ്രസെന്റേഷൻ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ? ആനോഡ് ഇവിടെ Cu ബാർ. Cu എന്തായിട്ട് മാറും? Cu2+ ആയിട്ട് മാറും. എന്നിട്ട് ഡബിൾ സ്ലാഷ് കൊടുക്കണം. കോപ്പർ ബാർ Cu2+ ആയിട്ട് മാറും. അടുത്തത് കാഥോഡിൽ എന്താ നടക്കുന്നത്? Ag+ എന്തായിട്ട് മാറും? Ag ആയിട്ട് മാറും. ഒന്നെങ്കിൽ 2Ag പ്ലസ് ബാർ 2Ag ആയിട്ട് മാറും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, Cu ബാർ Cu2+ ഡബിൾ സ്ലാഷ് Ag പ്ലസ് ബാർ Ag എന്ന് എഴുതാം. രണ്ടും എന്താ? സെൽ റെപ്രസെന്റേഷൻ. ആനോഡിൽ Cu2+ ആയിട്ട് മാറും. Cu ബാർ Cu2+. സെർട്ട് ബ്രിഡ്ജ് കാണിക്കാൻ വേണ്ടി ഡബിൾ സ്ലാഷ് കൊടുക്കുക. Ag+ എന്തായിട്ട് മാറി? Ag ആയിട്ട് മാറി. അല്ലെങ്കിൽ 2Ag+ എന്തായിട്ട് മാറി? 2Ag ആയിട്ട് മാറി. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ പാർട്ടായ സെൽ റിയാക്ഷൻ എഴുതി. ആനോഡിലെ റിയാക്ഷനും കാഥോഡിലെ റിയാക്ഷനും എഴുതി. രണ്ടും കൂടെ ചേർത്തിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ലെഫ്റ്റിലും റൈറ്റിലുള്ള എല്ലാ റൈറ്റിലും എഴുതിയ സെൽ റിയാക്ഷൻ ആവും. പിന്നെ സെൽ റെപ്രസെന്റേഷൻ ചെയ്യാൻ ആനോഡിലെ മാറ്റം ഡബിൾ സ്ലാഷ് കാഥോഡിലെ റിഡക്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ സെൽ റെപ്രസെന്റേഷൻ നടത്തുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് തന്നെയാണ്, കുറച്ച് മുമ്പേ ചെയ്ത ഡാനിയൽ സെല്ലിന്റെ അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അവിടെ ഡാനിയൽ സെല്ലിന്റെ EMF കണ്ടുപിടിക്കാനാണെങ്കിൽ ഇവിടെ CuAg സെല്ലിന്റെ EMF കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് E0 സെല്ല് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം E0 സെല്ല് കണ്ടുപിടിക്കണം. E0 സെല്ല് എന്ന് പറയുന്നത് E0 കാഥോഡ് മൈനസ് E0 ആനോഡ് എന്നാണ്. അപ്പൊ നമ്മൾ E0 സെല്ല് കണ്ടുപിടിക്കാൻ പോവാണ്. E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് എന്താണ്? ഇവിടുത്തെ കാഥോഡ് എന്ന് പറയുന്നത് സിൽവർ അല്ലേ? അപ്പൊ E0 കാഥോഡ് എന്ന് പറയുന്നത് 0.80 വോൾട്ട് ആണ്. മൈനസ് ഇവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത് കോപ്പർ ആണ്. അപ്പൊ 0.34 വോൾട്ട് ആണ്. മൈനസ് ചെയ്യുക.
E0 സെല്ല് മൈനസ് E0 ആനോഡ്. അപ്പം നമുക്ക് അവിടെ കിട്ടുന്ന E0 എന്ന് പറയുന്നത് 0.46 വോൾട്ട് ആണ്. 0.46 വോൾട്ട് ആണ്. ഡാനിയൽ സെല്ലിന്റെ അതേ സ്റ്റെപ്പാണ്. E0 സെല്ല് വേണം ആദ്യം. അപ്പൊ E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. കാഥോഡ് ആരാണ്? സിൽവർ ആണ്, അതിന്റെ വാല്യൂ കൊടുത്തു. ആനോഡ് കോപ്പർ ആണ്, അതിന്റെ വാല്യൂ കൊടുത്തു. അപ്പൊ നമുക്ക് E0 സെൽ എന്ന് പറയുന്നത് 0.46 വോൾട്ട് എന്ന് കിട്ടി. ഇനി അടുത്ത് നമ്മുടെ EMF ഓഫ് ദി സെല്ലാണ്. അപ്പൊ നമ്മുടെ നോൺസ്റ്റ് ഇക്വേഷൻ എഴുതണം. E സെൽ ഈസ് ഈക്വൽ ടു എന്താണ്? E0 സെല്ല് മൈനസ് 0.0591/n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ്, മൈനസ് ആണെങ്കിൽ ഇവിടെ ആനോഡാണ്. അപ്പൊ ആരുടെ കോൺസെൻട്രേഷൻ? ആനോഡ് Cu2+ ആണ് ബൈ കാഥോഡ് Ag+ ആണ്. ഈ വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ E സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ നമ്മൾ കണ്ടുപിടിച്ചു 0.46 മൈനസ് 0.0591 ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2+ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.01 ആണ്. 0.01 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Ag+ തന്നിട്ടുണ്ട് 0.1 ആണ്. ഫൈനൽ ആൻസർ നമ്മൾ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0.46 വോൾട്ട് തന്നെയാണ്. എന്ത് കിട്ടുന്നതും ഈ സെല്ല് കിട്ടുന്നതും എന്ത് തന്നെയാ? 0.46 വോൾട്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രോബ്ലംസ് നമ്മൾ 3 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട് നോൺസ്റ്റ് ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്. 3 എണ്ണവും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിപ്പം ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? നമ്മൾ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് KTU 2024 സ്കീമിൽ എന്താ കെമിസ്ട്രി ഫോർ എന്തിനുള്ളയാ? കെമിസ്ട്രി ഫോർ ഇൻഫോർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ സയൻസ് A ആൻഡ് B ഗ്രൂപ്പിലേക്കുള്ള കെമിസ്ട്രിയാണ് എടുക്കുന്നത്. അതിനകത്ത് മൊഡ്യൂൾ 1 ആയ ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമ്മൾ തുടങ്ങി വെച്ചത്. ഇലക്ട്രോളിറ്റിക് സെല്ലും നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഡാനിയൽ സെല്ലും അതിന്റെ സ്ട്രക്ചറും അവിടുത്തെ റിയാക്ഷൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് നേൺസ്റ്റ് ഇക്വേഷൻ ആണ്. നേൺസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു ഒരു ജനറൽ ഫോം. നേൺസ്റ്റ് ഇക്വേഷന്റെ ജനറൽ ഫോം ഡിറൈവ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഒരു 3 ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്തു. പിന്നെ റെഫറൻസ് ഇലക്ട്രോഡുകൾ എന്താണെന്ന് പറഞ്ഞു. അതിനകത്തെ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡായ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അതിന്റെ സ്ട്രക്ചർ, അവിടെ നടക്കുന്ന റിയാക്ഷൻസ്, അതിന്റെ മെറിറ്റ്, ഡീമെറിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്, സംശയങ്ങളോ അല്ലെങ്കിൽ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം. എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.